അട്ടപ്പാടി ഗൂളിക്കടവിൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുകയാണ് 21-കാരി പ്രിയയും അനിയത്തി പ്രീതയും അനിയൻ മണികണ്ഠനും. ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പുല്ലുവില നൽകി റവന്യൂ ഉദ്യോഗസ്ഥർ. 3 വർഷം മുൻപ് നിർമ്മിതിയിൽ വീട് അനുവദിച്ചു കിട്ടിയെങ്കിലും ഇവർക്ക് അവകാശപ്പെട്ട സ്ഥലം വിട്ടുകൊടുക്കാത്തതിനാൽ വീട് വയ്ക്കാൻ കഴിയുന്നില്ല. മരണപ്പെട്ട ഇവരുടെ പിതാവ് അയ്യപ്പന്റെ സഹോദരി ഇവർക്ക് അവകാശപ്പെട്ട സ്ഥലം വിട്ടു നൽകുന്നില്ലെന്നാണ് പരാതി. എൻ്റെ അച്ഛന് അവകാശപ്പെട്ട സ്ഥലമാണിത്. അച്ഛനൊരു പെങ്ങളും കൂടെ ഉണ്ട്. അച്ഛൻ്റെ അമ്മയും മുത്തശ്ശിയും ഉള്ളപ്പോഴാണ് ഈ സ്ഥലം വീതം വയ്ക്കുന്നത്. ആ വീതം വയ്ക്കുന്ന സമയത്ത് തന്നെ അമ്മായിക്കുള്ള ഷെയർ 48 സെൻറ്റ് കൊടുത്തേക്കുന്നതുമാണ്. അതുകൂടാതെ അവർ ആ സ്ഥലത്തിന് ആധാരമാക്കിയിട്ടുമുണ്ട്. അതിനുശേഷം ഞങ്ങൾ തണ്ടപ്പേര് ശരിയാക്കാനായി എൻ്റെ അച്ഛന് അവകാശപ്പെട്ട സ്ഥലത്ത് തണ്ടപ്പേർ ശരിയാക്കാനായി മറ്റേ വില്ലേജ് ഓഫീസറിൻ്റെ അങ്ങോട്ട് തഹസിൽദാർ ഓഫീസിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ചെന്ന് അച്ഛൻ്റെ അനിയത്തി പറഞ്ഞേക്കുന്നത്, അച്ഛൻ്റെ അനിയത്തി മാത്രമല്ല ഭർത്താവും കൂടെ പറഞ്ഞേക്കുക അവരുടെ സ്ഥലമാണ്, അവർക്ക് അവകാശപ്പെട്ടത് മാത്രമാണ്, മൊത്ത സ്ഥലം അവരുടെ പേരിൽ കരം അടച്ചു തരണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അയ്യപ്പൻ 2012 മരിച്ചതോടെ അമ്മ ബീന വേറെ കല്യാണം കഴിച്ചുപോയി. തുടർന്ന് മൂത്ത മകളായ പ്രിയയാണ് കുടുംബം പോറ്റുന്നത്. അയ്യപ്പന്റെ പേരിലുള്ള സ്ഥലത്തിന് നികുതി അടച്ചു കിട്ടാത്തതിനാലാണ് വീട് വയ്ക്കാൻ കഴിയാത്തത്. പ്രിയയുടെ അമ്മായി ഭഗവതി അവർക്ക് മാത്രം അവകാശപ്പെട്ട ഭൂമിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ജില്ലാ കളക്ടറുടെ അദാലത്തിൽ ഇവരുടെ സ്ഥലത്തിന് നികുതി അടച്ചു നൽകണമെന്ന് ഉത്തരവായിട്ടും തഹസിൽദാറും വില്ലേജ് ഓഫീസറുമടക്കം ഒരു നടപടിയുമെടുത്തില്ല. ദിവസങ്ങളായി ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഒരു പ്രയോജനവുമില്ല എന്നാണ് പ്രിയ പറയുന്നത്. തണ്ടപ്പേർ ഇതുവരെ തന്നെ ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഞങ്ങൾ തണ്ടപ്പേരിനായിട്ട് അവിടെ അപേക്ഷ കൊടുത്തപ്പോൾ ആ കൊടുത്ത അപേക്ഷ തിരിച്ചു നൽകുകയാണ് അവർ ചെയ്തിരുന്നത്. കാരണം ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. എല്ലാവരും അപേക്ഷ കൊടുത്താൽ അത് മേടിച്ച് അവരുടെ തണ്ടപ്പേർ ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവർ തിരിച്ചാണ് ചെയ്തത്. ഞങ്ങളോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും അറിയില്ല. അതുകൂടാതെ ഈ തണ്ടപ്പേർ ശരിയായി കിട്ടിയാൽ മാത്രമേ വീട് വയ്ക്കാൻ പറ്റുകയുള്ളൂ. വീട് വയ്ക്കണമെങ്കിൽ രജിസ്ട്രേഷൻ നടക്കണമെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ നികുതി ചീട്ട് വേണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാലക്കാട് ഓഫീസ്, പ്ലാനിംഗ് ഓഫീസ് അവിടെയൊക്കെ ചെന്നപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, നിനക്ക് 5 സെൻറ്റ് വീട് സ്ഥലം ഉണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും വീട് ഞങ്ങൾ വെച്ച് തന്നിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീട് വെക്കാനായിട്ടാണ്, ഇത്രയും പേപ്പർ ശരിയാക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്ന് എനിക്ക് മടുത്തു. UTV ന്യൂസ്, പാലക്കാട്.